കാരണമില്ലാത്ത ഒരു നിരാശ അല്ലെങ്കിൽ സങ്കടം, അതുമല്ലെങ്കിൽ എന്തെല്ലാം ചെയ്തിട്ടും തൃപ്തി വരാത്ത, സന്തോഷം കിട്ടാത്തൊരവസ്ഥ. ചിലപ്പോഴെങ്കിലും ഇങ്ങനെയൊരു അനുഭവം ഇല്ലാത്തവരായി ഒരാളും തന്നെ ഉണ്ടാവില്ല, ശരിയല്ലേ? ലോജിക്കലി കുറേ ചിന്തിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഈ നിരാശയോട് ചേർത്ത് നാം പറയുമെങ്കിലും അതൊരിക്കലും യഥാർത്ഥ കാരണമല്ല. കാരണം ലോജിക്ക് കൊണ്ട് ചിന്തിച്ച് കണ്ടെത്താൻ കഴിയാത്തൊരു തലം നമുക്കുള്ളിലുണ്ട്. ആ തലത്തിൽ അനുഭവിക്കുന്ന എന്തോ ഒരു ലാക്കിംഗ് ആണ് ഈ പറയുന്ന കാരണമില്ലാത്ത പല നിരാശകൾക്കും സങ്കടങ്ങൾക്കും കാരണം. ഭൗതികപരമായ ഒരു കാര്യത്തിനും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒരു തലമാണിത്. നമ്മുടെ ആത്മാവിന്റെ തലത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആത്മാവിന് തൃപ്തി ലഭിക്കാൻ പിന്നെ എന്താണ് വേണ്ടത്? നമ്മുടെ ആത്മാവ് ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയും വിശാലതയിലും ഫ്രീഡത്തിലും പരമകാരുണികന്റെ ആ കാരുണ്യത്തിലും സ്നേഹത്തിലും കരുതലിലുമായിരുന്നു. ആലമുൽ അർവാഹ് കേട്ടിട്ടില്ലേ? ആത്മാക്കളുടെ ലോകം. ലോകാവസാനം വരെയും ഈ ഭൂമിയിൽ ജനിക്കാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ആത്മാക്കളെ ആദ്യമേ നാഥൻ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ഒരു ലോകമാണിത്. അവിടെ അവർ അനുഭവിക്കുന്നത് മുഴുവൻ സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ മഹാസാഗരത്തിൽ നിന്നും വരുന്ന ഓരോ ആത്മാവിനും ഈ ഭൂമിയിലെത്തി കുറച്ചങ്ങ് കഴിയുമ്പോൾ ലാക്ക് ചെയ്യുന്നതും ആ പരിശുദ്ധമായ സ്നേഹമാണ്. ഒരു കണ്ടീഷനുമില്ലാത്ത സ്നേഹം. ജനിച്ചയുടനെയുള്ള കുഞ്ഞുങ്ങളോട് ആർക്കും തോന്നുന്ന ആ നിഷ്കളങ്കമായ സ്നേഹം പിന്നെപ്പോഴോ പല പല കണ്ടീഷൻസിന്റെ അടിസ്ഥാനത്തിൽ അത് ചുരുങ്ങിപ്പോകുന്നു. അന്ന് മുതലാണ് ഓരോ ആത്മാവിനും ആ പരിശുദ്ധ സ്നേഹത്തിന്റെ ലാക്ക് വന്നു തുടങ്ങുന്നത്.